പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ FC ഗോവ നോർത്ത് ഈസ്റ്റ് മത്സരം സമനിലയിലായിരുന്നു കലാശിച്ചത്. മാത്രമല്ല തീർത്തും വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു അത്. ഇതോടെ ഈ ഒരു വീക്കിൽ നടന്ന 4 മത്സരങ്ങളും സമനിലയിലായിരുന്നു കലാശിച്ചത്. ഹൈദരാബാദ് വേഴ്സസ് ചെന്നൈ FC മത്സരം ഗോൾ രഹിത സമനിലയിലായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. മുംബൈ സിറ്റി ബംഗളൂരു FC മത്സരവും ഗോൾ രഹിത സമനിലയായിരുന്നു. ഒഡീഷ FC കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം 2-2 എന്ന സ്കോറിലായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരം 3-3 എന്ന സ്കോറിൽ സമനിലയായിരുന്നു. നിലവിൽ പോയിന്റ്സ് ടേബിളിൽ 1-ാം സ്ഥാനത്തുള്ളത് 10 പോയിന്റുമായി ബംഗളൂരു FC ആണ്. 2-ാം സ്ഥാനത്ത് പഞ്ചാബ് FCയും. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 5 പോയിന്റുകളുമായി 6-ാം സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത 2 താരങ്ങളായിരുന്നു നോവയും അതുപോലെ തന്നെ ജീസസ് ജിമിനസും അതുപോലെ തന്നെ നോവയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലവിൽ 4 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ ജീസസിന്റെ പേരിൽ 2 ഗോളുകളും ഒരു അസിസ്റ്റും ഉണ്ട്. നോവയാവട്ടെ കഴിഞ്ഞ 3 മത്സരങ്ങളിലും താരം ഗോൾ സ്കോർ ചെയ്തിരുന്നു. 3 ഗോളുകളും ഒരു അസിസ്റ്റുമാണ് നോവയുടെ പേരിലുള്ളത്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പ്രകടനത്തെക്കുറിച്ച് ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. IM വിജയന്റെ വാക്കുകൾ എങ്ങനെയാണ്: വളരെ എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുമായിരുന്നു. മിഡ്ഫീൽഡിലും അതുപോലെ തന്നെ ഡിഫൻസിലും ബ്ലാസ്റ്റേഴ്സിന് പോരായ്മകളുണ്ട്. വരുന്ന മത്സരങ്ങളിൽ ടീമിലെ പിഴവുകളെല്ലാം തിരുത്തേണ്ടതുണ്ട്. വരുന്ന മത്സരങ്ങളിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായ ടീമുകളെയാണ് നേരിടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൽ മാറ്റങ്ങളെല്ലാം വരുത്തി ശക്തരായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടണം. മാത്രമല്ല അഡ്രിയാൻ ലൂണയെ പോലത്തെ ഒരു താരം ഫുൾ ഫിറ്റ്നസ് എല്ലാം വീണ്ടെടുത്ത് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്നും IM വിജയൻ പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിലും ചില മാറ്റങ്ങളെല്ലാം വരുത്തേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ ഒരു ടീമിൽ തങ്ങൾക്ക് പ്രതീക്ഷയുമുണ്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മുഹമ്മദ് അനസിക്കെതിരെയാണ്. വരുന്ന 20-നാണ് ആ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. ആ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏതേ മത്സരം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമായുള്ള ഒരു മത്സരം തന്നെയാണത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL-മായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.